വിക്രത്തിൻ്റെയും വേദയുടെയും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അറിഞ്ഞു പോലില്ല നമ്മുടെ വേദന വിക്രത്തിൻ്റെ അമ്മ വീട്ടിൽ കയറ്റുന്നത്. എന്തായാലും ആ ഗുണ്ടകൾ വന്ന് വഴക്കുണ്ടാക്കിയത് കൊണ്ട് വേദന ഇനി മുറ്റത്ത് നിർത്താൻ പറ്റില്ല എന്നുള്ള തീരുമാനമായിരുന്നു. എന്തായാലും അച്ഛൻ വേദന ഇനി സ്നേഹിക്കരുതെന്ന് പറഞ്ഞാലും വേദയെ സ്നേഹിക്കുക തന്നെ ചെയ്യുള്ളൂ. അമ്മ ഭക്ഷണം കൊടുത്തും ഡ്രസ്സ് കൊടുത്തും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചേട്ടത്തിയും കൂടിയും ആയിട്ട് ചെറിയ ഇളയ ചേട്ടത്തിക്ക് മാത്രം ഒരു കുശുമ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും വേദന അവർ ശരിക്കും മരുമോളെ പോലെ തന്നെയാണ് കാണുന്നത്. വേദനെങ്കിൽ വീട്ടിൽ പോകുന്നുണ്ട്, സ്വന്തം വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ മുത്തശ്ശി വേദനയും കൊണ്ട് ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അറിയാം. മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരമാണ് പോകുന്നത്. എന്തായാലും ജോത്സ്യം പറയുന്നത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്ന കാര്യങ്ങളൊക്കെ ഇനി. കാരണം മഹേശ്വരി ക്ഷേത്രത്തിൽ അത് ആ തുലാമാസത്തിലെ വെള്ളിയാഴ്ച നടന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും നന്മകളും എല്ലാം കൂടി നിറഞ്ഞൊരു ജീവിതം കിട്ടും. അത് ഇപ്പോഴല്ല, പതുക്കനെ ആയിരിക്കും. അങ്ങനെ ആ ജ്യോത്സ്യം പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അത് ദൈവം നിശ്ചയിച്ച് തന്നെയാണെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ വേദ തിരിച്ച് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലണത്. വേദ ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അധികാരത്തോടെ വിക്രത്തിൻ്റെ മുറിയിൽ തന്നെയാണ് പോകുന്നത്. വിക്രത്തെ തട്ടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. വിക്രത്തിൻ്റെ വീട്ടിൽ വേദന സ്വീകരിച്ചു മരുമോളായി എന്നറിഞ്ഞതോടുകൂടി രാധ ഭയങ്കര വിഷമത്തിലൊക്കെ ആവും. കരച്ചിലും ബഹളവും സമാധാനിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും രാധയുടെ അമ്മയ്ക്ക്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ വിക്രം വേദയെ സ്നേഹിക്കും എന്ന് നമ്മുടെ രാധയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെയാണെങ്കിൽ രാധയോട് ഒരിക്കലും സ്നേഹമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനൊരു സംഭവം പോലും നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. വിക്രത്തിനെ ഗുണ്ടകൾ ആക്രമിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും തലയ്ക്ക് അടി കിട്ടി കൈ മുറിവൊക്കെ ആയിട്ട് നമ്മുടെ വിക്രം വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മ ഒരുപാട് കരയും വഴക്കൊക്കെ പറയുന്നുണ്ട്. മരുന്ന് വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും സമ്മതിക്കില്ല. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചത്, വർക്ക്ഷോപ്പിലുള്ളവരോട്. അതിനുശേഷം പോകും വിക്രം വീട്ടിലേക്ക്, വർക്ക്ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ വേദ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മരുന്ന് വെച്ച് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ നീ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നിന്നോട് ആര് പറഞ്ഞടി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഞാനാണ് നിങ്ങളുടെ ഭാര്യ, അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അവിടെ രാധ കയറി വരും. ഭാര്യ ഏതർത്ഥത്തിലാണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ വേദ താലി എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഈ അർത്ഥത്തിൽ ഞാനാണ് വിക്രത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ വേദ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. വിക്രം ഞെട്ടും. അപ്പോൾ പറയും, ഭാര്യയാവാൻ പോകുന്നവൾ 13-ാം വയസ്സിൽ തുടങ്ങി ഇവനെ സ്നേഹിച്ച് നടക്കുന്നതാണ് ഞാൻ. പണ്ട് വെള്ളത്തിൽ വീണപ്പോൾ എനിക്ക് ജീവൻ തന്നത് ഇവനാണ്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ വെല്ലുവിളി പോലെ എന്നെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവനും ജീവിതമൊക്കെ ഇവന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കുന്നതാണ്. നീയാണ് അതിൻ്റെ ഇടയിൽ കയറി വന്നത്. ഇത് ബലമായി പിടിച്ച് കെട്ടിയത് കൊണ്ടൊരു കയറാണ്, ഇതിനെ താലിയായിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. വേദ പറയും, നിൻ്റെ കഴുത്തിൽ താലി ഇല്ലാത്ത നിലയ്ക്ക് നിനക്ക് ഈ വീട്ടിൽ വിക്രത്തിൻ്റെ ഭാര്യയായി ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അത് എനിക്കിന്, നീ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ രാധനെ ആട്ടി ഓടിക്കുന്നുണ്ട്. രാധ എന്തായാലും ഭയങ്കര വിഷമത്തിലേക്കാണ് പോകുന്നത്. പിന്നീട് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വേദയുടെ അച്ഛൻ ഒരു ലാസ്റ്റ് ചാൻസും കൂടി ആയിട്ട് വരുന്നുണ്ട്. വേദന തിരിച്ച് വിളിച്ചു കൊണ്ടുപോകാൻ വരുന്നത്. പക്ഷേ വേദ അവരെ ശരിക്കും തിരിച്ച് അപമാനിച്ച് തന്നെയാണ് പറഞ്ഞയക്കുന്നതും.